USMLUവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ വിസ ഇൻ്റർവ്യൂ റിജക്റ്റ് ആകാനുള്ള മേജർ റീസൺസ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അന്ന് പറഞ്ഞ റീസൺസ് ഒന്നുമല്ല. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ യുണീക്കായിട്ടുള്ള എല്ലാവരും മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ വീഡിയോ ആദ്യ അവസാനം കാണുക. ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പാടില്ല. ഈ പോയിന്റുകൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ ഇൻ്റർവ്യൂ സക്സസിനെ സാരമായിട്ട് ബാധിക്കും. 4 ആൾക്കാർ, നാല് സ്റ്റാറ്റ്സ്, 4 സ്റ്റോറികളാണ്, 4 വിസ ഓഫീസർമാർ, 4 സ്റ്റൈലിലുള്ള അവതരണം, ഡിഫറെൻറ്റ് പ്രൊഫൈല്, ഡിഫറെൻറ്റ് ബാങ്ക് ഡോക്യുമെൻ്റ്, ഡിഫറെൻറ്റ് ബാങ്ക് ബാലൻസ് എല്ലാം. പക്ഷേ 4 റിജക്റ്റായി. ഒരു റീസൺ കൊണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരു റീസൺ കൊണ്ട് പലരുടെയും ആപ്ലിക്കേഷൻ റിജക്റ്റായി. എല്ലാവരും ഓർക്കുന്ന ഇങ്ങനെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കും. ഞാൻ കണ്ടതിൽ വെച്ച് ഒരുപാട് ആപ്ലിക്കേഷൻ, 2ാമത്തെ ആപ്ലിക്കേഷൻ, 3ാമത്തെ ആപ്ലിക്കേഷൻ എല്ലാം റിജക്റ്റ് ആയിട്ടുള്ള. അവർ ഡിസോണസ്റ്റ് ആയതുകൊണ്ടല്ല, അവർ പ്രൊഫൈല് വീക്ക് ആയതുകൊണ്ടല്ല, അവർ ശരിയാണെന്ന് കരുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല. അപ്പോൾ അവരെ സഹായിക്കുമെന്ന് അവർ കരുതിയ കാര്യങ്ങൾ അവരെ സഹായിക്കാതാകുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നിങ്ങളെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു 5 റിജക്ഷൻ റീസൺസ് ആണ്. മേജർ ആയിട്ടുള്ള 5 റിജക്ഷൻ റീസൺസ് ആണ്. അത് ഒരു വിസ ഏജന്റ്, ഒരു ഫോറമോ, ഒരു യൂട്യൂബ് ചാനലോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരില്ല. ഇത് ആ 5 കാര്യങ്ങളിൽ ഒരു കാര്യം നിങ്ങൾ ഷോക്കാവും കേട്ടോ. ഇപ്പോൾ അത് അറിയാതെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ യു വിൽ ബി മേക്കിംഗ് എ ബിഗ് മിസ്റ്റേക്ക്. സോ വീഡിയോ തുടങ്ങുമ്പോൾ പറയട്ടെ, നമ്മൾ ഓബിയസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്സിനെ കുറിച്ചല്ല പറയുന്നത്, മിസ്സിംഗ് ഡോക്യുമെന്റ്സിനെ കുറിച്ചല്ല, അപ്പോയിന്റ്മെന്റ് സമയത്ത് ലേറ്റായി വരുന്നതിനെ കുറിച്ചുള്ള, DS 160 കള്ളം പറയുന്നതിനെ കുറിച്ചല്ല. ഇതെല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഇൻവിസിബിൾ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. അതായത് നിങ്ങളുടെ പറഞ്ഞ കാര്യങ്ങളും ഓഫീസർ കേൾക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഇടയിൽ നിൽക്കുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ബെസ്റ്റ് ഇന്റൻഷൻ ഇടയ്ക്ക് ഹൈഡ് ആയിട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ ഓൾമോസ്റ്റ് 100-150 പേരുടെ വിസ ആപ്ലിക്കേഷനും റിജക്ഷനും അവരുടെ സക്സസും ഒക്കെ ഞാൻ റിവ്യൂ ചെയ്തു. എൻ്റെ ക്ലയൻസിൻ്റെ തന്നെയാണ്. ഏകദേശം 120 മേളിൽ ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. ഏകദേശം 60-70 പേർക്ക് വിസ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കേരളത്തിൽ നിന്നാണ് മേജർ. തമിഴ്നാടുണ്ട്, അങ്ങനെ എബ്രോഡിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലാണ്. അപ്പോൾ ഞാനിതൊരു പാറ്റേൺ കണ്ടുപിടിച്ചു. അതായത് ഈ സെയിം 5 മിസ്റ്റേക്കുകൾ എഗെയിൻ ആൻഡ് എഗെയിൻ വരുന്നുണ്ട്, മനസ്സിലായി. പക്ഷെ അതാരും നോട്ടീസ് ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും അവർക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ ഈ 5 മിസ്റ്റേക്കുകൾ ഈ റിജക്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് കോമൺ ആയിട്ട് ഒക്കർ ചെയ്യുന്നു. അത് നെയിമുകൾ ചേഞ്ച് ചെയ്തു, കോൺസുലേറ്റുകൾ ചേഞ്ച് ആവുന്നു ഇപ്പം ആൾക്കാരുടെ എല്ലാം. പക്ഷെ the stories are completely real. Let's go. So the first reason is the host explains the trap. So അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയാം, നിങ്ങൾ ഇത് ഇങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന്. നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് വന്നു, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര നെർവസായി. നിങ്ങളുടെ ബ്രദറിനെയോ അങ്കിളിനെയോ അച്ഛനെ വിളിച്ചിട്ട് അവരുടെ പറയാണ് കുറച്ച് ക്യാഷ് ട്രാൻസ്ഫർ, 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യും, just to make it bit stronger, just for the statement. ആരൊക്കെ ചെയ്തിട്ടുണ്ട്? US വിസയുടെ കാര്യമാണ്. നിങ്ങൾ പലരും കൈപൊക്കി എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറേ പേരെങ്കിലും ചെയ്തിട്ടുണ്ട്. ഈ റിജക്റ്റ് ആയതുകൊണ്ടുള്ള ഒരുപാട് ആൾക്കാരും ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്തവരുടെ. ഇതാണ് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം. അതായത് ഈ വിസ കോൺസുലർ ഓഫീസർമാർ തങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന സഡൻ ഡെപ്പോസിറ്റുകളെ അവർ ക്രൂഷ്യലായിട്ട് ചെക്ക് ചെയ്യും. ഇഫ് ദേ ആർ ആസ്ക് ഫോർ ഇറ്റ് ആൻഡ് ഇഫ് ദേ റിവ്യൂഡ് യുവർ സ്റ്റേറ്റ്മെന്റ്, അവർ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന സഡൻ ഡെപ്പോസിറ്റിനെ റിവ്യൂ ചെയ്യും, അത് കണ്ടുപിടിക്കും. ഒരു 30-60 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ മുമ്പായിട്ട്, ഇന്റർവ്യൂവിന് മുമ്പായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ സഡൻ ആയിട്ടൊരു 10 ലക്ഷം രൂപ വരുമ്പോൾ ദേ കോൾ ഇറ്റ് എ പാർക്കിംഗ് ഡെപ്പോസിറ്റ്. ആൻഡ് വെൻ ദേ സീ ഇറ്റ്, ഇറ്റ് ഡസ് നോട്ട് മേക്ക് ദം ഫീൽ സേഫ്. അത് അവരെ സസ്പീഷ്യസ് ആക്കിയാണ്. ഇതൊരു സിഗ്നൽ കൊടുക്കുകയാണ് അവർക്ക്. ദ പേഴ്സൺ ഡസ് നോട്ട് ആക്ച്വലി ഓൺ ദ മണി. ആ മണി അവരുടെ അല്ല, അവർ ആരുടെ നിന്ന് കടം മേടിച്ചു. അത് US കോൺസുലർ ഓഫീസറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൈസ ആരുടെ നിന്ന് കടം മേടിച്ചെന്നാണ് നമുക്ക് പെട്ടെന്നുണ്ട്. അതാണ് പാർക്കിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് വൺ സ്പൈക്ക്
ദാറ്റ് വൺ ആക്ട്, ആ ഒരു ആക്ട് ഉണ്ടല്ലോ, നിങ്ങൾ സ്ട്രോങ്ങർ അല്ല, നിങ്ങളെക്കാളും കൂടുതൽ ഫൈനാൻഷ്യലി സ്ട്രോങ് ആണ് കളിക്കാനുള്ള ആ ഒരു ഒറ്റ ആക്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ എൻ്റെ ആപ്ലിക്കേഷന് റൂൺ ചെയ്യും. സോ ഇനി എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ കഥ കേൾക്കാം. ഒരു 35 വയസ്സുള്ള കോഴിക്കോട് ടീച്ചറാണ്. ഒരു B2 ടൂറിസ്റ്റ് വിസയിലാണ്. സിസ്റ്ററിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി കാലിഫോർണിയക്ക് പോകേണ്ട വേണ്ടിയിട്ടാണ് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. സ്റ്റേബിൾ ജോബ് ഉണ്ട്, 8 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, പ്രോപ്പർട്ടി സ്വന്തമായിട്ടുണ്ട്. 3.5 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്തു. ഇൻ്റർവ്യൂവിന് ഒരു 22 ദിവസം മുമ്പ് 3.5 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഓഫീസർ ചോദിക്കുകയാണ്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ഇൻ ഡെപ്പോസിറ്റ് മെയ്ഡ് ഓൺ October 3rd? അപ്പോൾ പറയുന്നു, മൈ ബ്രദർ ട്രാൻസ്ഫേർഡ് ഇറ്റ് ആസ് എ ഗിഫ്റ്റ്. റിജക്റ്റഡ്. ഇൻസഫിഷ്യൻറ്റ് എവിഡൻസ്, ഫൈനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡ്, ശമ്പളം മാത്രമല്ലെങ്കിൽ പോലും ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ, ക്യാഷ് ഫ്ലോ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. സോ ഇൻസഫിഷ്യൻറ്റ് എവിഡൻസ് ഓഫ് ഓൺ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. സോ ദാറ്റ്സ് എ റീസൺ ഷീ ഗോട്ട് റിജക്ട്. ആ പുള്ളിക്കാരി റിജക്റ്റ് ആകാനുള്ള കാരണം ഇതാണ്. ആ ഒരു കാരണം, ആ ഒരു സഡൻ ഡെപ്പോസിറ്റ്, സഡൻ സ്പൈക്ക്, ദാറ്റ് പാർക്കിംഗ് ഡെപ്പോസിറ്റ് ഈസ് ദ മെയിൻ റീസൺ. സോ പുള്ളിക്കാരി വിചാരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ സാലറിയും ഈ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാനമുള്ളൊരു സ്ത്രീയാണ് പുള്ളിക്കാരി. പക്ഷെ ആ സഡൻ ഗിഫ്റ്റ് മണിയുടെ ട്രാൻസ്ഫർ പുള്ളിക്കാരിക്ക് പണി കിട്ടി. അപ്പോൾ എന്താണ് ഓഫീസർ ആ സഡൻ ഡെപ്പോസിറ്റിനെ കുറിച്ച് കരുതുന്നത്? അപ്പോൾ എന്താണ് അവർക്ക് എന്താണ് ഈ ട്രിപ്പിന് വേണ്ടി അവർ ആക്ച്വലി പൈസ സേവ് ചെയ്യുന്നുണ്ടോ, അതൊരു ചുമ്മാ ഒരു പെർഫോമൻസിന് വേണ്ടി ചെയ്യുന്നതാണോ? ഇപ്പം സ്റ്റേറ്റ്മെന്റിന് വേണ്ടി മണി ബോറോ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് US പോയിട്ട് അവർ സർവൈവ് ചെയ്യുന്നത്? മൂന്നാമത് അവർ ചിന്തിക്കുന്നത്, ഇപ്പം വിസ സ്റ്റാമ്പിങ്ങിന് ശേഷം ഈ പൈസ ബ്രദറിന് തിരിച്ചു പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് വീണ്ടും കാലിയാവും. അപ്പോൾ അവിടെ പോയിട്ട് ഓവർസ്റ്റേ ചെയ്തിട്ട് ഏൺ ചെയ്യാനുള്ള പ്ലാൻ അല്ലേ? ഇപ്പം ഈ ഒരു സംശയങ്ങൾ അവരുടെ മനസ്സിൽ വരും. സോ ദാറ്റ്സ് ദ റീസൺ ഷീ ഗോട്ട് റിജക്റ്റഡ്. സോ രണ്ടാമത്തെ റീസൺ, ദ 4 വേർഡ്സ് റിവീൽ എന്ന് പറയും. അതായത് 4 വേർഡ്, നിങ്ങൾ 4 വാക്കുകൾ പറയാണ് കാഷ്വലി, വെരി ഹോണസ്റ്റ് ആയിട്ട്, നോ ബാഡ് ഇൻറ്റൻഷൻ. ടു US വിസ ഓഫീസർ നീ 4 വാക്കുകൾ ഒരു സൈറൺ അടിക്കുന്ന പോലെയാണ്. ആസ് പെർ US ഇമിഗ്രേഷൻ ലോ പ്രകാരം അവരെ ട്രെയിൻ ചെയ്ത ഒരു US കോൺസുലർ ഓഫീസർമാരുമായിട്ടുള്ള ചാറ്റുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, അവർ ട്രെയിൻ ചെയ്തിരിക്കുന്നത് തന്നെ എവറി B1 B2 വിസ ആപ്ലിക്കൻറ്റ് അവിടെ അമേരിക്കയിലേക്ക് പോകുന്നത് പിന്നെ അവിടെ ഓവർസ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇമിഗ്രൻ്റ് ആകുക എന്നുള്ള ഉദ്ദേശമായിട്ടാണ് എല്ലാ B1 B2 വിസ ആപ്ലിക്കൻസും അമേരിക്കയിലേക്ക് പോകുന്നത് എന്നാണ് US കോൺസുലർ ഓഫീസർമാരെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ആ ഇമിഗ്രൻ്റ് ഇൻറ്റൻറ്റ് അൺടിൽ ദേ പ്രൂവ് അതർവൈസ്, മീനിങ് അത് ഓഫീസർ സ്റ്റാർട്ട്സ് ചെയ്യുന്നത്, അപ്പോൾ ഇൻ്റർവ്യൂ ഓഫീസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ബിലീവ് ചെയ്യുന്നത്, അവർ വിശ്വസിക്കുന്നത് നിങ്ങളവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയാണ് പോണത്. ആദ്യത്തെ ആ ഒരു 4 മിനിറ്റിൽ നിങ്ങളുടെ ഒരേ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡിസ്മാൻഡിൽ ദാറ്റ് അസംഷൻ, ആ ഒരു വിശ്വാസത്തെ തകർത്തുടയ്ക്കുക എന്നുള്ളതാണ്. സോ ഇപ്പം ഞാൻ പോയിട്ട് പറയുകയാണ്, ഐ വാണ്ട് ടു വിസിറ്റ് US ആൻഡ് മേ ബി എക്സ്പ്ലോർ ഓപ്പർച്യൂണിറ്റീസ് വൈൽ ഐ ആം ദെയർ എന്ന് പറയുന്നത്. അത് ഞാൻ വളരെ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. അവിടെയൊക്കെ പോയിട്ട് എൻ്റെ കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെടുക, ട്രാവൽ ചെയ്യുക എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ബട്ട് ദാറ്റ് സെൻറ്റൻസ് ഈ ഏജൻസിൻ്റെ ബിലീഫ് അല്ലാണ്ട് ആ ഒരു അസംഷനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ പ്രാപ്തമല്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഇമിഗ്രൻ്റ് ഇൻറ്റൻറ്റ് അവിടെ അത് കൺഫേം ചെയ്യുക ചെയ്തത്. ഞാൻ ഉദാഹരണം പറയാം. ഒരു ആപ്ലിക്കൻ്റ് 28 വയസ്സുള്ള ഒരു ട്രിവാൻഡ്രംകാരൻ, ഒരു IT എഞ്ചിനീയറാണ്, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പേര് പറയാത്ത വേറെ കൊണ്ടല്ലോ, പേര് പറയേണ്ട ആവശ്യമില്ല, ഞാൻ നമ്മുടെ ക്ലയൻറ്റ് തന്നെയാണ്. B1 പിന്നെ ബിസിനസ് വിസയിലാണ് പോകുന്നത്. ഒരു ക്ലയൻറ്റ് കോൺഫറൻസ്, പുള്ളിക്ക് ഇൻവിറ്റേഷനും അതിൻ്റെ കാര്യങ്ങളും മെയിലും എല്ലാം ഉണ്ട്, എംപ്ലോയർ ലെറ്റർ ഉണ്ട്, സാലറി ഉണ്ട്, മാസം ഒരു 1 ലക്ഷം രൂപയ്ക്കായിട്ട് സാലറി ഉള്ളതാണ്, ക്ലിയർ ആയിട്ടുള്ള ഐറ്റിനറി ഉണ്ട്. അപ്പോൾ പുള്ളി പറയണം, ഐ എം ഗോയിങ് ഫോർ എ കോൺഫറൻസ് ആൻഡ് ഐ തോട്ട് I could also meet some companies and explore opportunities. Okay, I am going for a conference
And I thought I also meet some companies and explore opportunities. അപ്പോൾ ഓഫീസറിൻ്റെ ടോൺ അവിടെ ഷിഫ്റ്റ് ആവുകയാണ്, ഇമ്മീഡിയറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ ലോങ് ടൈം US പ്ലാനിനെ കുറിച്ച് ചോദിക്കുകയാണ്, മനസ്സിലായോ? കാരണം റിജക്റ്റഡ് ഇമിഗ്രൻ്റ് ആ ഇൻറ്റൻറ്റിനെ ഓവർ ചെയ്യാൻ നമ്മുടെ ആപ്ലിക്കൻറ്റിന് പറ്റിയില്ല. കാരണം പുള്ളി ഈസി ആയിട്ട് പുള്ളിക്ക് വിസ കിട്ടുന്നുണ്ടായിരുന്നു. പുള്ളി ആ ഒരൊറ്റ ആൻസറോടുകൂടി പുള്ളിയുടെ കഥ കഴിഞ്ഞു. അപ്പം അയാൾ പറഞ്ഞത്, നമ്മുടെ ക്ലയൻറ്റ് പറഞ്ഞത് സത്യമാണ്. അയാൾ ജെന്യുവൻലി ആയിട്ട് ഒരു നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ കമ്പനീസുമായിട്ടൊക്കെ ബന്ധപ്പെടുക, കോൺടാക്ട്സ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ള ഓഫീസറാണ് പറയുന്നത്. ബട്ട് ഓഫീസർ എന്താ കേട്ടത്? എനിക്ക് US ഒരു ജോലി വേണം എന്നാണ് കേട്ടത്. ബട്ട് ആ ഒരു ചിന്ത അയാളുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ റൂമിലേക്ക് വരുമ്പോൾ യു കനോട്ട് ടേക്ക് ഇറ്റ് ബാക്ക്, ഇറ്റ്സ് ഓവർ ഫോർ എവർ. സോ ഞാൻ പറയാം കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫ്രേസസ് ഞാൻ പറഞ്ഞുതരാം. എക്സ്പ്ലോർ ഓപ്പർച്യൂണിറ്റീസ് വൈൽ ദെയർ. സിഗ്നൽസ് ജോബ് സീക്കിംഗ് ഇൻറ്റൻ്റ് ആണ്, അതൊരു ജോബ് സീക്കിംഗ് ഇൻറ്റൻ്റോടെ ചെയ്യുകയും. സീ ഇഫ് ഐ ലൈക്ക് എനഫ് ടു കം ബാക്ക് ആൻഡ് മോർ ഓഫൻ. സിഗ്നൽസ് അത് എക്സ്റ്റെൻഡഡ് സ്റ്റേയുടെ ഒരു ഇൻറ്റൻ്റ് ആണ്. മൈ ചിൽഡ്രൻ ആർ ഓൾസോ ലുക്കിംഗ് ടു സ്റ്റഡി ദെയർ സം ഡേ. അപ്പോൾ ഒരു ഫ്യൂച്ചർ ഇമിഗ്രേഷൻ പ്ലാനിങ്ങിൻ്റെ ഒരു ഇൻറ്റൻ്റ് അവിടെ ആയിരുന്നു. പിന്നെ ഐ ഹാവ് ബീൻ ട്രൈങ് ടു വിസിറ്റ് ഫോർ എ ലോങ് ടൈം. ഒരു സ്ട്രോങ് അറ്റാച്ച്മെൻറ്റ്, ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ്, അപ്പോൾ വീക്ക്നെസ് ടൈസ് ടു സ്റ്റേ. അപ്പം തിങ്സ് ആർ നോട്ട് ഗ്രേറ്റ് ഹിയർ റൈറ്റ് നൗ. അപ്പോൾ എനി എക്സ്പ്രഷൻ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ എക്സ്പ്രഷൻ ആണെങ്കിൽ വിത്ത് ഇന്ത്യ, അതായത് ഇന്ത്യയിൽ ഞാൻ സന്തുഷ്ടനല്ല എന്നുള്ളെങ്കിൽ അവിടെ റൈസസ് എ ഫ്ലാഗ്. ഇറ്റ് പ്രൂവ്സ് യുവർ ഇമിഗ്രേഷൻ ഇൻറ്റൻറ്റ്. യു ആർ ടു സെറ്റിൽ ഇൻ US. നിങ്ങൾ ആ റൂമിൽ പറയുന്ന ഓരോ വാക്കുകളും ഒരു സിംഗിൾ ഫിൽട്ടർ വെച്ചാണ് റൺ ചെയ്യുന്നത്. ഈസ് ദിസ് പേഴ്സൺ പ്ലാനിങ് ടു കം ബാക്ക്? ദ മൊമെൻറ്റ് യുവർ വേർഡ്സ് ഫെയിൽ ദാറ്റ് ഫിൽട്ടർ, ആ നിങ്ങളുടെ വാക്കുകൾ ആ ഫിൽട്ടറിൽ ഫെയിലാകുന്ന ആ മൊമെൻറ്റിൽ ഒറ്റ പ്രാവശ്യം മതി, ദ ഗെയിം ചേഞ്ചസ് എൻറ്റയർലി ആൻഡ് യു ആർ ഔട്ട് ഓഫ് ദ ഗെയിം. സോ റിജക്ഷൻ വന്നതിൽ, പ്രോപ്പർ ഇൻവിറ്റേഷനിൽ റിജക്ഷൻ വന്നത് മൂന്നാമത്തെ റീസൺ ഇതാ. ഈ ഒരു റീസൺ അതിനെ ഭയങ്കരമായിട്ട് ഷോക്ക് ചെയ്തു. ഒരു ഏകദേശം ഒരു 4-5 ആപ്ലിക്കൻസിന് ഈ സെയിം പ്രശ്നങ്ങൾ വന്നു. അവർ നമ്മോട് കള്ളം പറഞ്ഞല്ല അപ്ലൈ ചെയ്യുന്ന സമയത്ത് they didn't care about this reason. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളത് നിർത്തുക, ആ ഫോൺ സ്ക്രോൾ ചെയ്ത് നിർത്തുക, സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് യുവർ ഫോൺ, ജസ്റ്റ് ലിസൺ. ബിക്കോസ് ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. ഇത് ആരും പറയില്ല. ഇത് പറഞ്ഞാൽ നമ്മുടെ നെഞ്ച് തകർക്കുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് ടൈം ഈ ഒരു റീസൺ എനിക്ക് പിടികിട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെ തുടരെ ഒരു 3-4-5 പ്രാവശ്യമായിട്ട് ഇതേ ഒരു റീസൺ കൊണ്ട് പലരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്നും തെറ്റായിട്ട് കാണിച്ചുകൊണ്ടല്ല, ഇത് നിങ്ങളുടെ ഫാമിലി തെറ്റായിട്ട് കാണിച്ചുകൊണ്ടല്ല, ഇത് നിങ്ങളുടെ നിങ്ങളുടെ ഇൻവൈറ്റ് ചെയ്ത ആരാണോ, നിങ്ങളുടെ സ്പോൺസർ ആരാണോ, അവർ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് രക്ഷിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം നിങ്ങൾക്കൊരു വിനയായിട്ട് വരുന്ന ഒരു കാര്യമാണ്. സോ യുവർ സ്പോൺസേഴ്സ് ലവ് ബിക്കം യുവർ എവിഡൻസ് ഓഫ് ഇമിഗ്രൻ്റ് ഇൻറ്റൻറ്റ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് റിവീൽ ചെയ്യാം. സ്റ്റേ. സോ ഇത് ആരും പറയാത്തൊരു കാര്യം ആരും പറയില്ല. പിന്നെ നിങ്ങളുടെ US ബേസിൽ റിലേറ്റീവോ സിസ്റ്ററോ ബ്രദറോ യുവർ സ്പൗസ് ഫയൽസ് ആൻഡ് ഇമിഗ്രേഷൻ പെറ്റീഷൻ, നിങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ഇമിഗ്രേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഫോം I-30 ഒക്കെ ഫയൽ ചെയ്തിട്ട് നിങ്ങളെ ഒരു US കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഈ പെർമനൻ്റ് ആയിട്ട് നിങ്ങളെ US കൊണ്ടുവരാനുള്ള പ്ലാനാണ്. അപ്പോൾ നിങ്ങൾ B2 ഒരു ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഓഫീസർ ചോദിക്കും നിങ്ങളോട്, നിങ്ങളുടെ ഫാമിലി ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇമിഗ്രേഷൻ പെറ്റീഷൻ പെൻഡിങ് ആയിട്ട് നിങ്ങളെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ സിമ്പിളായിട്ട് ചോദിക്കുക, നിങ്ങൾ ട്രാവൽ ഹിസ്റ്ററി വേണമെങ്കിൽ റിവ്യൂ ചെയ്യാൻ വരും. അപ്പോൾ ഇതൊന്ന് ആലോചിക്കുക, അത് നിങ്ങളുടെ ഹ്യൂസ്റ്റണിലുള്ള അക്ക അല്ലെങ്കിൽ ചേച്ചി നിങ്ങളെ സ്നേഹിക്കുന്നു, ഭയങ്കര സ്നേഹമാണ്, നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു I-30 പെറ്റീഷൻ ഫയൽ, ഉദാഹരണമാണ് കേട്ടോ. അപ്പം 2 വർഷം മുമ്പാണ് നിങ്ങളെ കൊണ്ടുവരാനായിട്ട്. പക്ഷെ അതെവിടെ എത്തിയില്ല, അത് പെൻഡിങ് ആയിട്ട് നിൽക്കാമെന്ന് വിചാരിക്കാം. ഒരു ഡ്രോയറിൽ എവിടെയെങ്ങാണ്ട് അത് പെൻഡിങ് ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ ഷീ ഗേവ് അപ്പ്. ഷീ തോട്ട് ഇറ്റ് ഈസ് ഓവർ, ഷീ കനോട്ട് ബ്രിങ് യു ടു US. ബട്ട് ആ ഫയൽ അവിടെ ആ ഡ്രോയറിൽ എക്സിറ്റ് ചെയ്യാതെ, ഇറ്റ് ഈസ് ഇൻ ദ ക്ലൗഡ്, ഇറ്റ് ഈസ് ഇൻ ദ ഡേറ്റാബേസ്. ഇറ്റ്സ് എ ഡോക്യുമെന്റഡ് എക്സ്പ്രഷൻ ഓഫ് ഇമിഗ്രേറ്റ് ഇൻറ്റൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇമിഗ്രൻ്റ് ഇൻറ്റൻറ്റ് അവിടെ ഓൾറെഡി നിങ്ങളുടെ സ്പോൺസർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഡോക്യുമെൻ്ററി ആയിട്ടുള്ള ഇമിഗ്രൻ്റ് ഇൻറ്റൻറ്റ് അവിടെ കിടക്കുമ്പോൾ ഒരു ഓഫീസർ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ I just want to visit
ഫോർ 2 weeks ആൻഡ് കം ഹോം എന്ന് പറയുകയാണ്. പക്ഷേ ദ റെക്കോർഡ് സേസ് സംതിങ് ഡിഫറെൻറ്റ്. നിങ്ങളുടെ പേരിൽ ഓൾറെഡി ഒരു ഇമിഗ്രേഷൻ പെറ്റീഷൻ അവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം. ആപ്ലിക്കൻ്റ് 42 വയസ്സുള്ള ഒരു വീട്ടമ്മയാണ്. എറണാകുളമാണ് അവരുടെ സ്വദേശം. B2 ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പം എന്താ വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടറെ വിസിറ്റ് ചെയ്യണം, അവരുടെ ഗ്രാൻഡ് ചൈൽഡിനെ കാണാനായിട്ട് ന്യൂജേഴ്സിയിലേക്ക് പോകുന്ന വേണ്ടിയിട്ടാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. നല്ല ടൈസ് ഉണ്ട്, ഹസ്ബൻഡ് എംപ്ലോയിഡ് ആണ്, അവർക്ക് പ്രോപ്പർട്ടി ഉണ്ട്, 2 other ചിൽഡ്രൻ ഇന്ത്യയിലുണ്ട്, പിന്നെ അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ് റൺ ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് 3 വർഷം മുമ്പ് ഇവരുടെ മകള് ഒരു I-30 ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് I-30 പാതി വഴി വെച്ച് അവർ അബാൻഡൻ ചെയ്തു. അപ്പം അവർ പറഞ്ഞത്, ഐ ഡിഡ്ന്റ് ഈവൻ നോ അബൌട്ട് ദ പെറ്റീഷൻ, മൈ ഡോട്ടർ ഫയൽഡ് ഇറ്റ് വിത്തൗട്ട് ടെല്ലിങ് മീ എന്ന് പറയുകയാണ്. അപ്പോൾ ഓഫീസർ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആർ യു അവെയർ ദാറ്റ് യുവർ ഡോട്ടർ ഫയൽഡ് ആൻ ഇമിഗ്രേഷൻ പെറ്റീഷൻ ഓൺ യുവർ ബിഹാഫ് ഇൻ 2021 എന്ന് പറയുകയാണ്. അപ്പോൾ സൈലൻസ് ആണ്, ജെന്യൂൻ ഷോക്കാണ്. ഷീ ഹാഡ് നോ ഐഡിയ. അവരറിയത്ത് പോലുമില്ല. നമ്മളറിയാതെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവർ ഇതൊക്കെ ഫൈനൽ സ്റ്റേറ്റ് എത്തുമ്പോൾ നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ നമ്മൾ ആപ്ലിക്കൻറ്റിന് ഈ കാര്യം അറിയാൻ പാടില്ല. പക്ഷേ DS-160 ഇപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേരിൽ ആരെങ്കിലും ഇമിഗ്രേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടോ, അത് കൃത്യമായിട്ട് DS-160 കൊടുക്കണം. പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽസ് വെക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ സ്പോട്ട് റിജക്ഷനാണ്. അപ്പോൾ ഈ ഒരു റീസൺ ഒരു ഷോക്കിംഗ് റീസണാണ്. നിങ്ങൾ DS ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ആർ യു എനി ഇമിഗ്രേഷൻ പെറ്റീഷൻ നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടോ. അപ്പം എൻ്റെ അടുത്ത് വന്നത് ഇത് കഴിഞ്ഞ് സെക്കൻഡ് റിജക്ഷൻ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് കരച്ചിട്ടായിരുന്നു. ബിക്കോസ് വിസ കിട്ടാത്തത് കൊണ്ടല്ല, അവരുടെ പെൺകുട്ടി മകൾ ഒറ്റയ്ക്കാണ്, ഒരു ന്യൂ ബോൺ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് അവിടെ കുട്ടിയുടെ എത്താൻ പറ്റില്ല. സോ അപ്പം ആ സമയത്ത് ഈ ഒരു ഇഷ്യൂ അത്രയ്ക്കും ഷോക്കിംഗ് ആയിരുന്നു എനിക്ക് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ല, ഇതല്ല ഞാൻ പറഞ്ഞത് വിസ പ്രോസസ് എന്ന് പറഞ്ഞ പേപ്പർ വർക്ക് മാത്രമല്ല. ഇത് നിങ്ങളുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സ്പേസസിലേക്ക്, നിങ്ങളുടെ ഫാമിലിയിലേക്കും നിങ്ങളുടെ ലൈഫിലേക്കും വരെ എത്താവുന്ന എല്ലാ പ്രൂഫുകളും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് നിങ്ങളുടെ US കോൺസുലർ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ കണക്ഷനിലുള്ള ലാൻഡ് മൈൻസ് എവിടെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ആ ലാൻഡ് മൈനിൽ നിങ്ങൾ കാല് വയ്ക്കും നിങ്ങൾ പൊട്ടിത്തെറിയും. അപ്പോൾ നിങ്ങൾ എന്താണ് ഇൻ്റർവ്യൂവിന് മുമ്പ് അറിയേണ്ടത്? അങ്ങനെ എല്ലാ മെമ്പറും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങളുടെ ബ്ലഡ് റിലേഷനോട് ചോദിക്കണം, ആരെങ്കിലും ഒരു ഇമിഗ്രേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടോ. അങ്ങനെ ഒരു പെറ്റീഷൻ ഉണ്ടെങ്കിൽ അബാൻഡൻ ആയ പോലും യു മസ്റ്റ് ഡിസ്ക്ലോസ് ഇൻ DS-160. അപ്പോൾ ഹൈഡ് ചെയ്യരുത് ഒരിക്കലും. പിന്നെ ഇൻ്റർവ്യൂ വെച്ച് ഒരു ക്ലിയർ ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത റീസൺ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് നിൽക്കേണ്ട ആവശ്യം, നിങ്ങളുടെ ഹോം ടൈസ് നിങ്ങളുടെ ഹിസ്റ്റോറിക്കൽ പെറ്റീഷനെ ഔട്ട്വേ ചെയ്യുകയാണ്. അതായത് നിങ്ങളുടെ പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു, പക്ഷേ നിങ്ങളുടെ നാട്ടിൽ നിൽക്കേണ്ട കാരണം ആ പെറ്റീഷൻ അബാൻഡൻ ചെയ്തു. സോ നിങ്ങളുടെ നാട്ടിലെ ടൈസ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. സത്യം പറഞ്ഞാൽ ഈ ഒരു സാഡസ്റ്റ് ആയിട്ടുള്ള റിജക്ഷൻ റീസൺ എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ കണ്ടതുപോലെ വീക്ക് പ്രൊഫൈലോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ഒന്നുമല്ല. അതായത് ഈ സ്നേഹമുള്ള ആൾക്കാരുടെ, അത് വീട്ടിൽ നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ആൾക്കാരുടെ ഓവറായിട്ടുള്ള സ്നേഹം കൊണ്ട് ആ സ്നേഹം ഇച്ചിരി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ട് നിയമങ്ങൾ അറിയാതെ സംഭവിച്ചു പോയ റിജക്ഷനാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള റിജക്ഷൻ എന്ന് പറയുന്നത്. സോ നാലാമത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ എന്നാൽ പോലും ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, പലർക്കും പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ഇംഗ്ലീഷ് ഇച്ചിരി വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെടും. അതുപോലെ ദ മെമ്മറൈസ്ഡ് ആൻസർ ട്രാപ്പ്, ദാറ്റ്സ് എ 4th റീസൺ. അപ്പോൾ ഇതൊരു പ്രിപ്പയർ ചെയ്യുന്നതല്ല, ഇത് ഒരു ഓവർ പ്രിപ്പറേഷൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ എത്ര പേരാണ് ആൻസേഴ്സ് മെമ്മറൈസ് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളൂ? എൻ്റെ കുറച്ച് ക്ലയൻസ് പോയിട്ടുണ്ട്, അവരൊക്കെ പൊട്ടുകയും ചെയ്തു. അവർ വീണ്ടും ഞാൻ പറഞ്ഞാണ് ഒരിക്കലും ആൻസേഴ്സ് മെമ്മറൈസ് ചെയ്യരുത്. അപ്പം സാധാരണ ക്വസ്റ്റ്യൻസ്, എന്താ പർപ്പസ് ഓഫ് വിസിറ്റ്, ആരോട് കൂടെയാണ് താമസിക്കുന്നത്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം വീട്ടിൽ നിങ്ങളിന്ന് റിഹേഴ്സ് ചെയ്ത് ആ കറക്റ്റ് സെൻറ്റൻസ് അതേപോലെ പോളിഷ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നു. ഇത് ഒരു ഓഫീസർ ഒരു ദിവസം 100-200 ആപ്ലിക്കൻസിനെയാണ് ഇൻ്റർവ്യൂ എന്ന് വിചാരിക്കുക, മനസ്സിലായോ? അപ്പോൾ എല്ലാ മെമ്മറൈസ്ഡ് ആൻസേഴ്സ് ഇവർക്ക് കേൾക്കാൻ പറ്റും, മനസ്സിലായോ? അപ്പോൾ അത് എവിടെയെങ്കിലും എഴുതിയതാണോ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തതാണെന്ന് അവർക്ക് നാച്ചുറലായിട്ട് വരുന്ന ഒരു ഫ്ലോയും മെമ്മറൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു കാര്യവും അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും.
അവർ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ സംസാരിക്കുന്നതാണോ, മെമ്മറി എന്ന് പറയുന്നതാണോ, ഇതാണ് വളരെ കീ ആണ് കേട്ടോ. അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ ഷെയർ ചെയ്യുന്നതാണോ, അതായത് അവർ റീസൈറ്റിംഗ് ഫ്രം മെമ്മറി, ആ മെമ്മറിയിൽ നിന്ന് റിസൈറ്റ് ചെയ്യുന്നതാണോ. അപ്പോൾ ഇല്ലാതെ അവർക്കൊരു ഒരു ക്ലിക്ക് ഓഫ് ഒരു മൊമെൻറ്റിൽ അവർക്കത് നോട്ടീസ് ചെയ്യും, അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എല്ലാ 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 ആൻസേഴ്സ് നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായി. നിങ്ങൾ നാച്ചുറലായിട്ട് സംസാരിക്കുക. ഇംഗ്ലീഷ് മോശമാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് യൂസ് എ ട്രാൻസ്ലേറ്റർ. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ദ ടെല്ലേൽ സയൻസ് എന്ന് പറയും. ദ സ്ലൈറ്റ് പോസ് ബിഫോർ ഈച്ച് ആൻസർ. എല്ലാ ആൻസറിന് മുമ്പായിട്ട് ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള പോസ് പറയുന്നുണ്ടല്ലോ. ആസ് ഇഫ് യു ആർ ലോഡിങ്, അടുത്ത ലൈൻ ലോഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ളൊരു പോസ് പോലെ. അതേപോലെ തന്നെ നാച്ചുറൽ പ്ലേസ്. അപ്പം നിങ്ങൾ റിഹേഴ്സ് ചെയ്യാതെ, നിങ്ങൾ കാണാതെ പഠിക്കാതെ പോയി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥ. സോ അതാണ് ഇത് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. സോ ഇത് എൻ്റെ ഒരു ക്ലയൻ്റ് അല്ല, എൻ്റെ ഒരു രണ്ടാമത്തെ, കാരണം ആദ്യം പ്രൊജക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വന്നൊരു പുള്ളിയാണ്. അപ്പോൾ 23 വയസ്സുള്ളൊരു സ്റ്റുഡൻ്റാണ്, പാലക്കാട് കാരനാണ്. B2 ടൂറിസ്റ്റ് വിസയ്ക്കാണ് അപ്ലൈ ചെയ്ത്. ഒരു ഫാമിലി ഫംഗ്ഷൻ ഷിക്കാഗോയിൽ പോകാനായിട്ട് അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ പുള്ളിക്കാരന് പിന്നെ ഈ ആദ്യത്തെ റിജക്റ്റ് ആയ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കോച്ചിങ്ങിനൊക്കെ പോയി. അത് ആരോ പുള്ളിക്ക് പൈസയൊക്കെ കൊടുത്ത് പുള്ളി കോച്ചിങ്ങിന് പോയി. ഒരു സ്ക്രിപ്റ്റൊക്കെ അവർ പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ ആൻസേഴ്സും അവർ പഠിപ്പിച്ചു. അത് കാണാപ്പാടം പഠിച്ചു വെച്ചു. ഓഫീസർ ചോദിച്ചു, നിങ്ങളുടെ അങ്ങളുടെ ജോബ് എന്താണ് ഷിക്കാഗോയിൽ? അപ്പോൾ പിന്നെ ആ സ്ക്രിപ്റ്റിലില്ല, അവർ പഠിപ്പിച്ച സാന്നിധ്യത്തില്ല കേട്ടോ. അപ്പോൾ ഒരു പോസ്, ലോങ് പോസ് വന്നു അവിടെ. ഹീസ് അത് കഴിഞ്ഞൊരു പോസ് വന്നിട്ട് ഹീസ് ഇൻ ബിസിനസ് എന്ന് പറയുന്നു. ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഓഫീസർ ചോദിച്ചു, വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ്? പിന്നെ അറിയത്തില്ല. അനദർ പോസ് വന്നു, ഈ വിട്ടു. ഒരു പോസ്, ഒരു ലോങ് പോസ് കഴിഞ്ഞിട്ട് പറഞ്ഞു IT റിലേറ്റഡ് ബിസിനസ്. അപ്പോൾ ആപ്ലിക്കൻറ്റിന് അവരുടെ ഹോസ്റ്റിനെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് പോലും പറയാൻ പറ്റിയില്ല. സ്പോട്ട് റിജക്ഷൻ ആണ്. ഇൻകൺസിസ്റ്റന്റ് ആൻഡ് റിഹേഴ്സ്ഡ് സൗണ്ടിങ് ആൻസേഴ്സ്. അത് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള കാണാപ്പാടം പഠിച്ചിട്ടുള്ള ആൻസേഴ്സ് ആണെന്ന് പെട്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. സോ അതാണ് റിജക്റ്റ് ആവുന്ന റീസൺ. 3 ആഴ്ച എടുത്ത് ഇത് കാണാപ്പാടം പഠിക്കാനും സാധാരണ ക്വസ്റ്റ്യൻസ് കാണാപ്പാടം പഠിക്കാനായിട്ട്. ആ സമയത്ത് അങ്കിളിനെ ഒന്ന് വിളിച്ചിട്ട്, അങ്കിൾ അവിടെ എന്ത് ചെയ്യുന്നു, അങ്ങളുടെ പരിപാടി എന്താണ്, അങ്കിൾ എന്താണ് ബിസിനസ് എന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഹി കുഡ് ഹാവ് ആൻസർഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ഈസിലി, റൈറ്റ്? സോ നെവർ എവർ prepare your answers, rehearse your answers, memorize your answers. It should flow naturally and it should tell the question officer that you are being organic, you are being natural and you sound original. കോച്ചിങ് വേഴ്സസ് പ്രിപ്പയർഡ് ഡിഫറൻസ് അറിയണം. കോച്ചിങ് എന്ന് പറഞ്ഞാൽ വല്ലവൻ്റെ വാക്കുകൾ നിങ്ങൾ കാണാപ്പാടം പഠിക്കുന്നതാണ്. പക്ഷെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ യു നോ യുവർ ഓൺ സ്റ്റോറി. പിന്നെ നിങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ച് യു ഷുഡ് ബി ഏബിൾ ടു സ്പീക്ക് അബൌട്ട് എവറി പേഴ്സൺ ആൻഡ് പ്ലേസ് ആപ്ലിക്കേഷൻ ആസ് യു ഡിസ്ക്രൈബിങ് യുവർ ഓൺ ഹോം. നിങ്ങളുടെ ഒരു വീടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റണം. നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി അല്ല അവിടെ ടെസ്റ്റ് ആകുന്നത്. നിങ്ങളുടെ ആക്ച്വലി നോ വാട്ട് യു ആർ ടോക്കിംഗ്. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ, നിങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടോ എന്നാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ ഓർഗാനിക് ഡീറ്റെയിൽസ് ആണ് ഓൾവേസ് സേവ് ചെയ്യുന്നത്. മൈ അങ്കിൾ വർക്ക് ഇൻ ലോജിസ്റ്റിക്സ്. ഹി മാനേജസ് എ വെയർ ഹൗസ് നിയർ നെവാക്. ഹീസ് ഇൻ ബിസിനസ് എന്ന് പറയുന്നതിനേക്കാളും എത്ര നല്ലതാണത്. പ്രിപ്പയർ, ഡു നോട്ട് പെർഫോം. നോ, ഡു നോട്ട് റിസൈറ്റ് എന്ന് പറയും. Prepare, yeah, but do not perform like a drama or like any kind of art form. But you should know, but you should not recite. So the final reason, അഞ്ചാമത്തെ റീസൺ ആണ് the repeat application trap എന്ന് പറയും. സോ നിങ്ങൾ ആദ്യം ഒന്ന് റിജക്റ്റായി, നിങ്ങൾ അപ്പോൾ ടെൻഷനായി, നിങ്ങൾ ഒരു 6 മാസം വെയിറ്റ് ചെയ്തു ആൻഡ് അപ്ലൈഡ് അഗെയിൻ വിത്ത് ദ സെയിം ഡോക്യുമെൻറ്റ്, സെയിം സ്റ്റോറി, ദ സെയിം ഫ്രെയിമിങ്. ബിക്കോസ് യു തോട്ട് ദ ഫസ്റ്റ് റിജക്ഷൻ വാസ് അൺഫെയർ ആൻഡ് റാൻഡം. നിങ്ങൾ ആലോചിച്ചു ഇത് ഏതോ ഓഫീസറിന് എന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ട് റിജക്റ്റ് ചെയ്തതാണ്, അല്ലാതെ റാൻഡമായിട്ട് റിജക്റ്റ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാം, ദർ ഈസ് നോ സച്ച് തിങ് ആസ് എ റാൻഡം റിജക്ഷൻ. റാൻഡം റിജക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ബട്ട് ഇൻ റെയർ കേസസ് ഇറ്റ് ക്യാൻ ഒക്കർ. ഐ മീൻ ഔട്ട് ഓഫ് 100 മേ ബി 1 or 2. ബട്ട്
റാൻഡം റിജക്ഷൻ എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. എവ്രി റിജക്ഷൻ ഈസ് റെക്കോർഡഡ്. നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള റെക്കോർഡ്സ് അവിടെ ഉണ്ട്. അത് നോട്ടഡ് ആണ്, അത് സിസ്റ്റത്തിൽ കോഡഡ് ആണ്. ഒരു ഫുൾ എക്സ്പ്ലനേഷൻ എന്താ തരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരൊരു 214B എന്ന് പറയുന്ന പേപ്പർ മാത്രം തരുന്നത്. അവർക്കത് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കമ്മിറ്റ്മെൻറ്റ് ഇല്ല. ബട്ട് യു നീഡ് ടു ബി ഒത്തൻറ്റിക്, ഒറിജിനൽ. അടുത്ത പ്രാവശ്യം വരുമ്പോഴെങ്കിലും നിങ്ങൾ ഒറിജിനലായിട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് അവർ ഫുള്ളായിട്ടുള്ള എക്സാക്റ്റ് റീസൺ പറയാത്തത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാണ്. പുതിയ ഓഫീസർ നിങ്ങൾ ഫ്രഷ് ആയിട്ടല്ല കാണുന്നത്, നിങ്ങളുടെ പഴയ കഥ അവർ നോക്കും. എന്തെങ്കിലും മാറിയിട്ടുണ്ടോ, എന്താണ് യഥാർത്ഥ ഇൻറ്റൻറ്റ്, എന്താണ് ഇവരുടെ റിജക്റ്റ് ചെയ്യാനുള്ള റീസണൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ജെന്യൂനായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ടോ, നിങ്ങളുടെ ഇൻറ്റൻറ്റ് മാറിയിട്ടുണ്ടോ, നിങ്ങളുടെ സ്റ്റോറി മാറിയിട്ടുണ്ടോ, അല്ലാതെ പഴയ അതേ കാര്യമായിട്ട് നിങ്ങൾ വരുന്നിരിക്കുകയാണോ എന്നവരാദ്യം നോക്കും. അപ്പം ഇഫ് യു വാക്ക് ടു ദ കൗൺസിലേറ്റ് വിത്ത് ദ സെയിം സ്റ്റോറി, യു ആർ നോട്ട് അപ്ലൈയിങ്, നിങ്ങൾ ആ സ്റ്റോറിയായിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങൾ റീ അപ്ലൈ ചെയ്യുകയല്ല, നിങ്ങളൊരു ഓഡീഷന് പോയിട്ട് തോച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടി ഓഡീഷന് പോകുന്ന പോലെ. മനസ്സിലായോ? പെർഫോമൻസ് മാറുന്നില്ല. നിങ്ങൾ അതേ സെയിം പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാതെ നിങ്ങൾ അതേ സെയിം പെർഫോമൻസുമായിട്ട് ഒരു സിനിമയുടെ തന്നെ 2 ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്ന പോലെയാണ്. മനസ്സിലായത്? അപ്പം നമുക്കിനി നമ്മുടെ ഒരു ആപ്ലിക്കൻറ്റിൻ്റെ കാര്യം. ഈ ആപ്ലിക്കൻ്റ് എന്ന് വെച്ചാൽ വളരെ ഒരു എന്താ പറയുക, വളരെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഒരു റിട്ടയേർഡ് ഗവൺമെൻറ് ഓഫീഷ്യലാണ് കണ്ണൂർ എന്നുള്ള ഒരു 50 വയസ്സ് ERS എടുത്ത ആളാണ്. അപ്പോൾ റിജക്റ്റ് ചെയ്ത ഓഫീസർ എന്ത് ചെയ്യുന്ന ഇനിഷ്യൽ ഫണ്ട് ടൈസിലേക്ക് കുറവാണ്, അതായത് ഫോം ടൈസ് വളരെ കുറവാണ്, നോ എംപ്ലോയ്മെൻ്റ് ഇല്ല. അതുകൊണ്ടാണ് അപ്പം 8 മാസം കഴിഞ്ഞ് അപ്ലൈ ചെയ്യാണ്. സെയിം ഡോക്യുമെൻ്റ്, പെൻഷൻ ലെറ്റർ ആഡ് ചെയ്തു, പർപ്പസ് ഓഫ് വിസിറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ആഡ് ചെയ്തു, സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഒന്നും ആഡ് ചെയ്തില്ല. ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ഹിസ്റ്ററിയോ ഒന്നുമില്ല. സോ ദാറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ട്രാവൽ ഹിസ്റ്ററിയുടെ കാര്യം ഇല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ലാൻഡോ നിങ്ങൾക്ക് വല്ലോ നാട്ടിൽ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കുട്ടികളെല്ലാം എബ്രോഡാണ്, ഹസ്ബൻഡ് പാസ്റ്റ് അവേ ആണ്, സ്വന്തമായിട്ട് വീടില്ല, ഒരു റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പം ഒരു ആപ്ലിക്കൻ്റ് അവരുടെ ഒരു ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് നിങ്ങളുടെ ടൈസ് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താണ്. പക്ഷേ അവർ ആപ്ലിക്കൻസിന് അവരുടെ ഒരു ഹോം ടൈസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി റീബിൽഡ് നരേറ്റീവ് ഫ്രെയിം ചെയ്യുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബേസ്ഡ് ഓൺ ഫാമിലി, ഒബ്ലിഗേഷൻസ്, പ്രോപ്പർട്ടി ഹോൾഡിങ്സ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഗ്രാൻഡ് ചിൽഡ്രൻസ്, അപ്കമിങ് ഈവൻറ്റ്സ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇവരൊരു സ്റ്റോറി റെഡിയാക്കിയിരുന്നെങ്കിൽ നമ്മൾ അവരുടെയൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഇവർക്ക് നമ്മൾ മാക്സിമം നമുക്കിതൊക്കെ പറയാൻ തന്നെ പറ്റുള്ളൂ. കുറേ പേർക്കൊന്നും ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് അവരുടെ വഴിക്ക് പോകുമെന്നുള്ളതാണ്. പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യത്തില്ല. കോൺടാക്ട് ചെയ്യാതിരുന്ന കാര്യമില്ല. കാരണം നമ്മൾ ഒരുപാട് പേരുടെ ആപ്ലിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും നമുക്ക് അങ്ങോട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കാൻ എപ്പോഴും പറ്റില്ല. കാരണം നിങ്ങൾ കൂടെ അതിനകത്തൊരു എഫർട്ട് കിട്ടണം. എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം, എന്നെ മാക്സിമം ശല്യപ്പെടുത്തണം, ഇതെന്ത് ചെയ്യണം, എൻ്റെ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് സജഷൻ തരാൻ പറ്റും. അല്ലാതെ എല്ലാവരെയും എനിക്ക് ഒരൊറ്റ ഫോൺ വെച്ചിട്ട് എല്ലാവരുമായിട്ടും എല്ലാ ദിവസവും സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സോ അപ്പം എന്നെ അപ്രോച്ച് ചെയ്യുന്ന അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ അവർക്ക് കൊടുക്കും. കൃത്യമായിട്ടുള്ള എൻ്റെ അഡ്വൈസ്, എൻ്റെ കൺസൾട്ടേഷൻ അവർക്ക് കൊടുക്കും. അപ്പം സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റീട്രൈ അല്ല, ഇറ്റ്സ് എ കേസ് സ്റ്റഡി. അതാണ് അങ്ങനെയാണ് പറയേണ്ടത്. നമ്മൾ ഫസ്റ്റ് റിജക്ഷനിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, ഒരു ഓഫീസർ അവരെന്താ കാണേണ്ട, ഒരു എവല്യൂഷനാണ്, ഒരു ഗ്രോത്താണ്, ന്യൂ എവിഡൻസ് ആണ്, ഒരു റീസബ്മിഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്ത അതേ സ്റ്റോറി അതേ കവറടിയും വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഡൺ, റിജക്റ്റഡ്. ഹൗ ടു അപ്രോച്ച് എ റീആപ്ലിക്കേഷൻ കറക്റ്റ്ലി. അപ്പം എന്താണ് നിങ്ങൾ റിജക്ഷൻ പറ്റിയെന്ന് മനസ്സിലാക്കുക. ഇത് പ്രത്യേകമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അനലൈസ് ചെയ്യുക, വീക്ക്നെസ്സുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. കൃത്യമായിട്ട് DS-160 നോക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലും അനലൈസ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻറ്റിന് അത് കണ്ടുപിടിക്കാൻ വലിയ പാടുണ്ടാവില്ല. പിന്നെ ഒരിക്കലും റീഅപ്ലൈ ചെയ്യരുത്. സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാതെ ഒരിക്കലും റീഅപ്ലൈ ചെയ്യരുത്. പിന്നെ പർപ്പസ് വിസിറ്റ് റീറൈറ്റ് ചെയ്യുക, നിങ്ങൾ ടൈസ് ഇമ്പ്രൂവ് ചെയ്യുക, ഫൈനാൻഷ്യൽ സ്റ്റോറി പ്ലാൻ ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. പിന്നെ അതായത് നിങ്ങളുടെ പ്രീവിയസ് റിജക്ഷൻ നിങ്ങൾ DS-160 കൃത്യമായിട്ട് അക്നോളജ് ചെയ്യണം.
സോ നിങ്ങൾ എന്താണ് സബ്സ്റ്റാൻഷ്യലായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷന് മാറ്റം പറ്റിയെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ റിജക്ഷൻ ചെയ്യാൻ കാരണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ എഴുതണം. ആ റീസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പിടിയും കിട്ടില്ല നിങ്ങൾ റീ അപ്ലൈ ചെയ്യുമ്പോൾ. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻറ്റിനെ ആയിട്ട് കൺസൾട്ട് ചെയ്യുക, ആപ്ലിക്കേഷനിലെ ഗ്യാപ്പുകൾ കണ്ടുപിടിക്കുക, അടുത്ത പ്രാവശ്യം പോകുന്നതിന് മുമ്പ് ആ ഗ്യാപ്പുകൾ ക്ലോസ് ചെയ്യുക. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമ്മൾ ഒരാളെ ഒരു ആപ്ലിക്കൻ്റ് എടുക്കുമ്പോൾ അവൻ്റെ ജാതകം ഉൾപ്പെടെ നമ്മൾ മേടിക്കുമെന്ന് പറയാം. ചുമ്മാ പറയുകയാണ്, അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കും, എല്ലാം ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ അവൻ്റെ DS-160 നോക്കും. അപ്പോഴത്തേക്ക് നമുക്കൊരു ഒരു 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 അനാലിസിസ് കിട്ടും. കാരണം എങ്ങനെയാണ് ഇവൻ്റെ ഒരു പ്രൊഫൈൽ, നമുക്ക് ഇയാളുടെ ഒരു പ്രൊഫൈൽ നമുക്ക് എങ്ങനെ നന്നായിട്ട് കൊണ്ടുവരാം, ഒരു സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ചേഞ്ച് എങ്ങനെ വരുത്താം എന്നതിനെക്കുറിച്ച് നമ്മളൊരു അനാലിസിസ് എടുക്കും. അതനുസരിച്ച് അവർക്ക് കൺസൾട്ടേഷൻ കൊടുക്കും. സോ ആ കൺസൾട്ടേഷൻ വെച്ചിട്ട് നമ്മൾ സ്റ്റോറി ബിൽഡ് ചെയ്യും, പർപ്പസ് ഓഫ് വിസിറ്റ്, ടൈസ് എല്ലാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. അതിനുശേഷം മാത്രമേ നമ്മൾ റീ ആപ്ലിക്കേഷന് നമ്മൾ എടുക്കത്തുള്ളൂ. മാത്രമല്ല അതിനുശേഷം ആ ഇൻ്റർവ്യൂ നമ്മുടെ ക്യാമ്പയിൻ നമ്മൾ വിടാറുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ചാനൽ തുടങ്ങാൻ ഇതിൻ്റെ കാരണം വെച്ചാൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി. ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇവർ അപ്ലൈ ചെയ്തത്. പക്ഷേ അവർക്ക് ആ റീസൺ ഒരിക്കലും മനസ്സിലായിട്ടില്ല. പക്ഷേ എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആകാത്ത ഫസ്റ്റ് ഇൻസിഡൻറ്റിന് അപ്രൂവ് ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ബോധറിയേണ്ടി വന്നില്ല. പക്ഷേ ഇയാളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഈ 214B കൊടുത്തു വിട്ടു. ആ 214B എന്ന് പറയുന്ന സ്ലിപ്പ് വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. അയാൾ വായിച്ച് വളരെ എംപ്രസ്ഡ് ആയിട്ട്, കൺഫ്യൂസ്ഡ് ആയിട്ട് എല്ലാം നമ്മൾ ചെയ്തു, ഒരു തെറ്റും ചെയ്യാതെ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി. അത് ഒരു വ്യക്തി എന്ന നിലയിൽ പുള്ളിക്കാരൻ്റെ ഒരു സങ്കടം എനിക്ക് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ USA മല്ലു ചാനൽ തുടങ്ങാൻ കാരണം. അപ്പോൾ ഞാൻ ആലോചിക്കുക എത്ര പേരായിരിക്കും ഒരു ദിവസം ആ എംബസിയിൽ നിന്ന് റിജക്റ്റ് ആയി പോകുന്നത്. ഈ ഒരേ ഫീലിങ്ങിനോട് ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിട്ട്, എംപ്രസ്ഡ് ആയിട്ട് എല്ലാവരും ആയിരിക്കും. എത്ര ഫാമിലീസ് ആയിരിക്കും, ഫാമിലീസിൻ്റെയൊക്കെ നമ്മൾ എന്തോരം പൈസ മുടക്കിയായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പം ആരും റിജക്ഷനെ കുറിച്ച് സംസാരിക്കുന്ന പോലും ഇല്ല. കാരണം അവർക്ക് അറിയത്തില്ല എന്താ പറ്റിയെന്നുള്ളത്. അപ്പം ഞാൻ പറയട്ടെ, US ഇമിഗ്രേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ക്രൂര കഠിന ഹൃദയമുള്ളതൊന്നുമല്ല. പക്ഷേ ഇറ്റ് ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് such a world, where the information is equal. And it is not. An officer in Chennai, അപ്പോൾ ചെന്നൈയിലുള്ള ഒരു ഓഫീസർ 1000 ആപ്ലിക്കേഷൻ കണ്ടു കാണും. അപ്പം നിങ്ങൾ ഒരെണ്ണം മാത്രമേ കണ്ടുള്ളൂ. ആ ഒരു ഗ്യാപ്പാണ് ഞാൻ നിങ്ങളെ ഈ ചാനലിലൂടെ ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസ് കണ്ട ഒരു കോൺസുലർ ഒഫീഷ്യൽസും ഒരു ആപ്ലിക്കേഷൻ മാത്രം കണ്ട നിങ്ങളും ഞാനും ആ ഗ്യാപ്പ് എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ചാണ് USA മല്ലുവിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്യമം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 5 റീസൺസ് ഇത് റെയറേജ് കേസൊന്നുമല്ല, ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നടക്കും. എല്ലാ പീപ്പിളും അതെല്ലാം ബെസ്റ്റായിട്ട് വർക്ക് ചെയ്ത് എല്ലാം ചെയ്ത് പൈസ സമ്പാദിച്ച് ലീവ് എടുത്ത് നല്ല ബെസ്റ്റായിട്ടുള്ള ക്ലോത്തുകളൊക്കെ ഇട്ട് ഇൻ്റർവ്യൂവിന് പോയി അൺപ്രിപ്പയർഡായിട്ട് പോയി കഴിഞ്ഞാൽ എന്തിനു വേണ്ടി പ്രിപ്പയർ ആകണമെന്നറിയാതെ പ്രിപ്പയർ ചെയ്തിട്ട് പോകാതെ ആൾക്കാരെ കുറിച്ച് അവരുടെ അവസ്ഥയാണ് ഈ 5 റീസൺസ് ഞാൻ ഡിസ്ക്ലോസ് ചെയ്തത്. ഇപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇത് ഞാനാണ്, ഇത് ചില്ലെങ്കിൽ ഞാൻ നാളെ ആകാൻ സാധ്യതയുണ്ട് റീസൺസ് കൊണ്ട്, പ്ലീസ് ഡു നോട്ട് ഇഗ്നോർ ദാറ്റ് ഫീലിംഗ്. ദാറ്റ് ഫീലിംഗ് ഈസ് ടെല്ലിങ് യു സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആര് വഴി വേണം നിങ്ങൾ അപ്ലൈ ചെയ്തു. പക്ഷേ ഈ റീസൺസ് നിങ്ങൾ ഞാനിത് ചെയ്തേനെ, എനിക്ക് പറ്റിപ്പോയേനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യു ഷുഡ് റിയലി അപ്രോച്ച് മീ. നമ്മൾ ഒരുമിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ഡിസൈൻ ചെയ്യും. നമ്മൾ ഈ ലാൻഡ് മൈൻസ് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ ലാൻഡ് മൈനിൽ കാല് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ലാൻഡ് മൈനെ നമ്മൾ ഡിസാം ചെയ്യും. we will build a story together, a true story that an officer can believe. Because the best visa application is not the one with the most documents. It is the one the officer cannot find a reason to doubt. So I will see you in the next video. Thank you so much again for your invaluable support, and it matters a lot. I haven't started this channel for making money online. It is really become a passion for me. I really want to know more about the US immigration system, and I want to be an expert. And these things really matters to me.
So I will see you in the next video. Thanks again for your wonderful support. Drop a comment, drop a comment. If you know about any other rejection reason, that I did not cover, please comment in the comment section, and I will definitely, look into it. Thanks again. See you next time. Till then, bye-bye.